പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചാണ് അങ്ങ് ഓരോ നിമിഷവും നയിക്കുന്നതും പരിപാലിക്കുന്നതും. അങ്ങയുടെ ആ സ്നേഹവും കരുണയും പരിപാലനയും അനുഭവിച്ചുകൊണ്ട് അങ്ങിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് അങ്ങയുടെ മക്കൾ ജീവിക്കണമെന്ന് അങ്ങ് അത്രമാത്രം ആഗ്രഹിക്കുന്നു. കർത്താവ്, അങ്ങയുടെ തിരുമനസ്സറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങേ ആശ്രയിക്കുവാനും വേണ്ട വലിയ കൃപ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകണമേ. ഈ ക്രിസ്മസിൻ്റെ ചൈതന്യത്തിൽ, വലിയ ദൈവാശ്രയത്വത്തിൽ 2026 പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗത്തിൻ്റെ അതിസ്വാഭാവികമായ കൃപകളും സഹായവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകുന്ന കർത്താവെ, അങ്ങയെ സ്വന്തമാക്കി അങ്ങയിൽ ജീവിക്കുവാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. അതിനെല്ലാം വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ സുഖമാണോ? നമ്മൾ ഈ ദിവസങ്ങളായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം വീണ്ടും വീണ്ടും നമ്മൾ സ്വന്തമാക്കി അതുപോലെ ജീവിക്കും. ഈശോ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 23-ാം വചനത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്ന് പറയാണ്, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വാസമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാക്കിയിട്ട് മാറ്റുന്നു. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക്, ഞാൻ പറയും, നമ്മൾ സാധാരണ പോലെ ജീവിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ഇതുപോലെ കൃപ ലഭിച്ച മക്കൾ, അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറയപ്പെട്ട് ജീവിക്കണം. സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സ്. മറ്റുള്ള മത വിഭാഗത്തെ പോലെയില്ല. അതാണ് പറഞ്ഞ നിയമാവത്ത് 4:7 പറഞ്ഞില്ലേ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയുള്ള ഒരു ജനമില്ലെന്ന് നമ്മളെപ്പോലെ. അപ്പം അതുകൊണ്ട് നമ്മൾ അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ കൂടെ നിർത്തി ദൈവത്തിൽ നമ്മൾ ജീവിക്കണം. അത് ഞാൻ ഈ ദിവസങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, നമുക്കറിയാം ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്, പരിപാലനം. ഈ ജീവിതം മുഴുവൻ അനിശ്ചിതത്വമാണ്. അനിശ്ചിതത്വം അല്ലേ? ഒരു ഉറപ്പൊന്നുമില്ല. നാളെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. കംപ്ലീറ്റ് അനിശ്ചിതത്വമാണ്. നമുക്ക് ആകെയുള്ള ഉറപ്പെന്താണ്? എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വാക്കുമാറാത്തവനാണ്, വിശ്വസ്തനാണ്. കൂടെ വസിക്കുമെന്ന് പറഞ്ഞാൽ കൂടെ വസിക്കും, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ട് സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം പറയുന്നത്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല, പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ, പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവം ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനിശ്ചിതങ്ങളേറെ. ഇപ്പം നമുക്കറിയാം, പഠനത്തെക്കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടില്ല. ഇപ്പം ആരോഗ്യത്തെക്കുറിച്ച് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഓരോ ഉറപ്പ്. ഇന്ന് ഓരോ ഉറപ്പില്ല. എത്ര പേരാ കുഴഞ്ഞു വീണ് മരിക്കണേ. എൻ്റെ ഒരു കൊച്ച്, എൻ്റെ അനിയൻ്റെ മോള്, അവൾ ഇങ്ങനെ ഒരു ബന്ധപ്പെട്ടതിൽ പറയാണ്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കൊച്ച്. അവൾ പറയാ, ഓരോ ദിവസവും ER വരുന്ന കേസുകൾ, അറ്റാക്ക്, കുഴഞ്ഞു വീഴുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണതേ പോണു. ഓരോ ഉറപ്പില്ല. ആരോഗ്യത്തെക്കുറിച്ച് ഒരു ഉറപ്പില്ല. ഇനി നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉറപ്പുണ്ടോ? കുടുംബജീവിതത്തെക്കുറിച്ച് ഉറപ്പുണ്ടോ? എങ്ങനെ ജീവിച്ച കുടുംബങ്ങളെ പെട്ടെന്ന് ഡൈവോഴ്സ്, സമാധാനമില്ല, രോഗം മാറിപ്പോണു. സാമ്പത്തിക ബിസിനസ് നല്ല ഉന്നതി പോയി ബിസിനസ്സാ, ഒറ്റ പാളിച്ച, ഒരു ഫണ്ട് കിട്ടിയില്ല, ഇതേ പൊളിഞ്ഞു. കോടികൾ ചിട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന, ചെല്ലുകൊട്ടാരം പോലെ പൊളിഞ്ഞടങ്ങുന്ന അവസ്ഥകൾ എത്രയോ. അപ്പം അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുകളൊന്നുമില്ല. ഈ അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉറപ്പെന്താണ്? എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇപ്പം നമ്മൾ ഒത്തിരി ഉദാഹരണം എടുക്കുമ്പോൾ അബ്രാഹത്തെ ദൈവം വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന് 12-ാം അധ്യായത്തിൽ അബ്രാഹത്തിന് എന്ത് ഉറപ്പുള്ളേ? 75-ാമത്തെ വയസ്സിൽ
ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ അബ്രാഹത്തിന് എന്തോ ഉറപ്പുണ്ട്? ഭാര്യ സാറ വന്ധ്യ, അതിൽ വല്ല ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പില്ല, അനിശ്ചിതത്വം. മാത്രമല്ല പ്രായം കവിഞ്ഞവനാണ്, 75 വയസ്സായി. ഓരോ ഉറപ്പില്ല. എന്നാൽ അബ്രാഹം വിശ്വസിക്കുകയാണ്. എന്താണ് വിശ്വാസം? എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് പോലും മക്കളെ ജനിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്നുള്ള ഉറപ്പ് അബ്രാഹത്തിനുണ്ട്. പിന്നീട് അങ്ങോട്ട് 100-ാമത്തെ വയസ്സിലാണ് കൊച്ചു ജനിക്കുന്നല്ലേ. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു. ഇസഹാക്കൊരു പ്രായമായപ്പോൾ കർത്താവ് എന്താ പറഞ്ഞ, ആ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കും. അല്പം ഉറപ്പുള്ളതാ, അതുപോലെ എടുത്തു കളഞ്ഞു. ഓർത്തേക്ക് നമ്മളെന്ത് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇത്രയും നാൾ ഇങ്ങനെ നടത്തി, അകപ്പാടെ ആശ്വസിക്കാനും ഒരു കൊച്ചൊരു തരി അതും കൂടി എടുക്കണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുറപ്പുണ്ടെന്ന് തോന്നുന്ന പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാലും അവിടെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. നോക്കിക്കോ, ഈ ലോക ജീവിതം മുഴുവൻ, മനുഷ്യജീവിതം മുഴുവൻ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഇതുപോലുള്ള അനിശ്ചിതത്വങ്ങളിലൂടെയാണ്. ഇനി അങ്ങോട്ട് 2026 പ്രവേശിക്കുമ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കണം, ഇത് പ്രതീക്ഷിക്കണം, ഇതും വരും. നമ്മൾ ആകുലപ്പെടരുത്. ആരാണ് ആകുലപ്പെടുന്നത്? ആരാ ഭയപ്പെടുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ നയിക്കും, ദൈവം എന്നെ ബലപ്പെടുത്തും, ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പുള്ളവൻ. അതാണ് നമ്മൾ കണ്ടില്ലേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല. പ്രസിദ്ധ ഫിലോസഫറായ കീർക്കഗാർഡ് പറയുന്നുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറയുക, ഫെയ്ത്ത് ഈസ് എ ഡീപ്പ് ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അന്ധകാരം നിറഞ്ഞ, അനിശ്ചിതത്വം നിറഞ്ഞ ഒരു പടുകുഴിയിലേക്കുള്ള എടുത്തുചാട്ടമാണ് വിശ്വാസ ജീവിതം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവം കൂടെയുണ്ട്, നമ്മൾ പ്രഖ്യാപിക്കണം. എന്തു വന്നാലും, ഏത് പ്രശ്നം വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. അത് നമ്മിലൂടെ ലോകം കാണണം, നമ്മൾ ആ ജീവിതം ജീവിക്കണം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ധ്യാനിച്ച് കണ്ട് കഴിഞ്ഞൊരു കാലഘട്ടമാണ്. മാതാവിൻ്റെ അടുത്തേക്ക് മാലാഖ വന്നിട്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. എങ്ങനെ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. മനുഷ്യബുദ്ധി കൊണ്ട്, മനുഷ്യൻ്റെ ചിന്താഗതി കൊണ്ട് എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമില്ല. അതാണ് ഉറപ്പ്. അതാ മാലാഖ ഇതെങ്ങനെ സംഭവിക്കും ഒന്നും പറയണില്ല. മാലാഖ ഒറ്റ കാര്യം പറഞ്ഞു, എന്ന് പറഞ്ഞേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും ഇല്ലേ? പരീക്ഷയിലൊക്കെ തോറ്റു, അവിടെ പോയിട്ട് എന്താ പറയുക, B2 പാസ്സായില്ല, അല്ലെങ്കിൽ OET പാസ്സാവണില്ല, എങ്ങനെ മുന്നോട്ട് പോവും? ഒത്തിരി പേര് ആകുലര, നിരാശര, ഒരുറപ്പുകളില്ല. ഇന്ന് ഈ ലോകത്തിൽ ഒരുറപ്പില്ല. എന്തും എവിടെയും എങ്ങനെയും സംഭവിക്കാം. ഇവിടെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ വിശ്വാസം. അതുപോലെ ഈ കൂടെ വസിക്കുന്ന ദൈവത്തിൽ ഉറച്ചു നിന്ന് ഭയപ്പെടാതെ, സങ്കടപ്പെടാതെ, ഏത് ഉറപ്പില്ലായ്മയിലും എൻ്റെ ഉറപ്പാരാണ്? എൻ്റെ ദൈവം. എൻ്റെ പാറയാണ്, എൻ്റെ അഭയശിലയാണ്, എൻ്റെ അടിസ്ഥാനമാണ്, എൻ്റെ കൂടെ വസിക്കുന്നവനാണ്. ആ ദൈവം എന്നെ കൈവിടില്ലെന്നുള്ള ഉറപ്പുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്തു വന്നാലും നമ്മൾ നിരാശപ്പെടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയിൽ ഒത്തിരിയേറെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, സംഭവങ്ങളുള്ളപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിന്ന്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ വിളിച്ചിടപ്പെടുത്തിക്കണം. വീണ്ടും ഇവിടെ അച്ഛൻ പറയാണ്, ദൈവത്തെ വിളിച്ചിടപ്പെടുത്തിക്കും. ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരുള്ള? സങ്കീർത്തകൻ പറയുന്നത് 74 സംഗീതം പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രമേ എനിക്കുള്ളൂ. മാത്രമല്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, കർത്താവാണ് എൻ്റെ ബലം. ഈ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നയിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ഉറപ്പുകളൊന്നുമില്ല. പക്ഷെ ദൈവം അവർക്ക് വേണ്ടത് കൊടുത്തു. സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഈശോ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. എൻ്റെ അർത്ഥം എന്താണ്? നാളത്തേക്ക് തന്നില്ലേലും കർത്താവേ, അന്നന്നു വേണ്ട ആഹാരം. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്നറിയോ? ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മരുഭൂമിയിൽ മന്ന ഭക്ഷിക്കും. ദൈവം എന്താ പറഞ്ഞു അവരോട്?
നാളത്തേക്ക് ഒന്നും നിങ്ങൾ കരുതണം. ഒരു കാര്യം ഓർത്തോ, നമ്മുടെ ദൈവം നമ്മളെ അനിശ്ചിതത്വത്തിലൂടെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശരിക്കും മനസ്സിലാക്കിക്കോ, ഉറപ്പുകളൊന്നും തരില്ല. എന്തിനാണെന്നറിയോ? എന്തിനാണ്? നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നാളത്തേക്ക് എടുക്കണ്ട, നാളത്തേക്ക് ശേഖരിച്ചു വയ്ക്കണ്ട, നാളെ ഞാൻ തരും. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ആ അപ്പം തരും, ആ അപ്പം തരൂന്ന്. അപ്പം അതുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവദിക്കും. ഇസ്രായേൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് എത്താമായിരുന്നു, കാനാനിലേക്കല്ലേ. 40 വർഷം ഈ ജനത്തെ കർത്താവ് അനിശ്ചിതത്വത്തിലൂടെ ഈ മരുഭൂമിയിൽ തലങ്ങും വിലങ്ങും നടത്തിച്ചു. എന്തുകൊണ്ടാ? ആ ജനം ദൈവത്തെ അതുപോലെ സ്നേഹിച്ച് സ്വീകരിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം പറയാ, എൻ്റെ മക്കൾ ഞാൻ നിങ്ങൾക്ക് തരും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ ഒരു 13 മുതൽ തിരുവചന ഭാഗത്തിൽ അവിടെ ഒരു ആഗൂറിൻ്റെ സൂക്തം എന്നുള്ള ഹെഡിങ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആഗൂറിൻ്റെ സൂക്തങ്ങൾ. അവിടെ ഒരു ദൈവഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവേ, 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. 2 കാര്യങ്ങൾ. എന്താ പറയുക? മരണം വരെ അതെനിക്ക് നിരസിക്കരുത്. 2 കാര്യങ്ങൾ കേട്ടോ. 1, അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. 2, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹലോ, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ഒന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എന്ത് പ്രാർത്ഥിക്കാം? ദാരിദ്ര്യം തരരുതേ, സമൃദ്ധി തരരുതേ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ദൈവമേ, പുണ്യവന്മാരാണല്ലോ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം പറഞ്ഞിട്ട്, ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ മറന്ന് കർത്താവ് ആരെന്ന് ചോദിച്ചേക്കാം. പേടിയുണ്ടോ ഭക്തൻ്റെ? അതുകൊണ്ട് കർത്താവ് എന്താ പറയുക, ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. അതിൻ്റെ അടിസ്ഥാനം എന്താ? എപ്പോഴും ദൈവത്തെ ആശ്രയിക്കും. എനിക്ക് അന്നൊന്ന് വേണ്ട ആഹാരം വേണം. നാളെ എനിക്കില്ല. അതുകൊണ്ട് അപ്പാ എപ്പോഴും ഈ വിളിയാ, അപ്പാ. അപ്പനെ പിന്നാലെ മകനെ ഇപ്പം ഇല്ലായ്മ വന്നെന്ത് ചെയ്യും? നാളത്തേക്ക് ഉറപ്പില്ല. അപ്പം നമ്മളെപ്പോഴും അപ്പാ നാളെ അപ്പാ ഈ അപ്പൻ വിളി ഉണ്ടാവില്ലേ? ഇന്ന് നമ്മുടെ മക്കൾക്ക് അപ്പൻ വിളി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തെ വിളി കുറവാനാ അല്ലേ? ഞാൻ ഓർക്കണ്ട, ഇനി പിള്ളേരെ പ്രാർത്ഥന ആരംഭിച്ച് കഴിയുമ്പോൾ മാതാപിതാക്കളെ വിളിച്ച് അമ്മമാർ വിളിച്ച് പറയാം, എൻ്റെ അച്ഛനറിയോ 10ാം ക്ലാസ് വരെ എൻ്റെ കൊച്ച്, ബാക്കി നിങ്ങൾ പറയാമോ? അൾത്താരയിൽ 10ാം ക്ലാസ് വരെ. ഇപ്പോഴോ പള്ളിപ്പൂവില്ല, കുമ്പസാരില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവമായിട്ടൊരു ബന്ധമില്ല. എന്താ പറ്റിയ? ഈ മക്കൾക്കൊരു ചിന്ത കിട്ടിയിട്ടുണ്ട്, ദൈവമില്ലേലും ജീവിക്കാം. എവിടെ നിന്ന് കിട്ടിയ? നിങ്ങളുടെ തെറ്റുണ്ട്. എല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലേ? അതുകൊണ്ട് പറയും, എനിക്കുണ്ടായ ദാരിദ്ര്യവും കഷ്ടപ്പാടും എൻ്റെ മക്കൾക്കും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി അല്ലേ? ഏറ്റവും വലിയ തെറ്റത്. ഈ കാറ്റും കോളും നിറഞ്ഞ ഈ സ്ഥലത്ത് വളരുന്ന വൃക്ഷങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പണ്ടൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു തടിക്കച്ചവടക്കാരൻ, ഈ ലോഡ് കണക്കിന് വണ്ടി വരും, ഈ പെരുമ്പാവൂരൊക്കെ ലോഡ് കണക്കിന് ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ലോഡ് പറഞ്ഞ് ചോദിക്കും, ഇത് അവിടെ നിന്ന് ലോഡ് ചെയ്യും, ഈ ലോഡ് അവിടെ നിന്നാണ്, സ്ഥല പേര് പറയും, ആ പുള്ളി മേടിക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വന്ന ലോഡുകൾ കംപ്ലീറ്റ് അദ്ദേഹം വാങ്ങിച്ചു. അദ്ദേഹത്തോട് കൂട്ടുകാർ ആൾ ചോദിച്ചു, ഇതെന്തെങ്കിലും അത് ലോഡ് കയറി നോക്കണമെന്നില്ലല്ലോ, ചുമ്മാ മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സ്ഥലപ്പേര് പറഞ്ഞിട്ട്. അദ്ദേഹം പറയാണ്, ആ സ്ഥലം എനിക്കറിയാം, നല്ല കാറ്റും നല്ല കോളും നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ വളരുന്ന മരം പവറുള്ളതായിരിക്കും, അതിന് കാതലുണ്ട്, അതിന് ആഴമുണ്ട്, ബലമുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അനിശ്ചിതത്വത്തിൽ കാറ്റും കോളും നിറഞ്ഞ ഒരവസ്ഥയിൽ ദൈവത്തെ ആശ്രയിച്ച് ആഴപ്പെടുത്തിയ ദൈവബന്ധത്തിൽ വളർന്നാൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിതം, നമുക്ക് അതിലെ കാരണവന്മാർ പറഞ്ഞ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഇന്ന് തീയിൽ കുരുക്കണ അനുഭവങ്ങൾ മക്കൾക്ക് കാരണവന്മാർ കൊടുക്കണില്ല. അപ്പം അതുകൊണ്ട് മക്കൾക്ക് ഈ ദൈവാശ്രയത്വമില്ല, പ്രാർത്ഥനയില്ല, കുദാശയില്ല, ദിവ്യാന ബന്ധമില്ല, കുർബാന സ്വീകരണമില്ല. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ 6:53,
സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകത്തില്ല. അപ്പം ജീവനുണ്ടാവണോ? ഈശോ വേണം. നമ്മുടെ മക്കൾക്ക് എന്തേ ഈ ഒരു ബന്ധമില്ലാണ്ട് പോയി? നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിന്, ഇത് മക്കൾക്ക് മാത്രമല്ല, പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും സഭയിലും ഒക്കെ സംഭവിച്ച വലിയ ദുരന്തമാണിത്. കാരണം അറിയോ, സമ്പത്ത് കൂടി. ഇടവകയിൽ, സന്യാസ സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ മക്കൾക്ക് സമ്പത്ത് കൂടി. ദൈവം ജീവിക്കാമെന്ന് വെറും തോന്നല. കാശുണ്ടായ ആരോഗ്യം കിട്ടുമോ? കാശുണ്ടായാലും എന്ത് വേണം? നമുക്ക് ദൈവം വേണം. കാരണം കാശ് എപ്പോഴും പോവാം. ബോധമുള്ളവൻ എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കും. അനിശ്ചിതത്വമാണ് സമ്പത്ത്. നമുക്കറിയാം, കോടീശ്വരന്മാരച്ഛനറിയാം, ഒരൊറ്റ കേസ് കൊണ്ട് ജയിലിൽ പോയവർ, ഒറ്റ സംഭവം കൊണ്ട് അടിഞ്ഞു പോയവർ. അതുകൊണ്ട് മക്കളെ ഏതവസ്ഥയിലും ദൈവം വേണം. പ്രശ്നങ്ങൾ വരും. അതേച്ച് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിസ്ഥാനമിട്ട് പണിയണം. പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത് വിവേകമതി. വചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയണം. ഇല്ലാതെ പണിതാൽ എന്ത് പറ്റും? മണൽപ്പുറത്ത് ഭവനം പോഷൻ. സംഭവം, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ആഞ്ഞടിച്ചു, വീണുപോയി. കാരണം എന്താ? അത് മണൽപ്പുറത്ത് സ്ഥാപിച്ചു. എന്നാൽ എവിടെ വീണില്ല? ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ആ ഭവനം വീണില്ല. ഇന്ന് സങ്കടത്തോടെ പറയട്ടെ, വീണു പോകുന്ന അനേകം ജീവിതങ്ങൾ. പൗരോഹിത്യത്തിൽ, കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ വീണു പോകുന്ന മക്കൾ. അതിൻ്റെ കാരണമാണ് ഈ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ വിശ്വസ്തത. അതനുഭവിച്ച് ജീവിക്കത്തക്ക വിധം അനിശ്ചിതത്വങ്ങളിലൂടെ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാത്തതിൻ്റെ അനന്തര ഫലങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ 2026 പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവാശ്രയത്വം ആഴപ്പെടുത്തുന്ന ഒരു മാർഗമായിട്ട് എന്തിനു നമ്മൾ സ്വീകരിക്കണം? അനിശ്ചിതത്വങ്ങൾ. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് വരും. അനിശ്ചിതത്വങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്നിലും ഉറപ്പില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ. എന്തു വന്നാലും എൻ്റെ അപ്പൻ വിശ്വസ്തനാ. അതുകൊണ്ട് ഈശോ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ, അല്ലേ? ആ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. അതിൽ ആദ്യത്തെ ആ സെൻറ്റൻസ് തന്നെ ഒന്ന് കൊടുത്തു നോക്കി. ഈശോ അങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ അമ്മ ത്രേസ്യ അതിനെക്കുറിച്ച് സുഹൃത്ത് സൈഡിൽ നിന്ന് പുസ്തകത്തിൽ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഈശോയെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ അങ്ങ് ഞങ്ങളെ ഉയർത്തി. എങ്ങോട്ട് ഉയർത്തി? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി. ഹല്ലേലൂയ. പിന്നെ ഈ ലോകത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാറ്റും കോളും നിറഞ്ഞ ലോകമാണ്. അനിശ്ചിതത്വത്തിലൂടെ പോകേണ്ട, അത് എന്താ പറയുക, ആ ഒരു തിരമാല, കൊടുങ്കാറ്റ്, ഇതൊക്കെ നിറയപ്പെടുന്ന ജീവിതം. പക്ഷേ അവിടെ ആരുണ്ട്? നമുക്കറിയാം, ശിഷ്യന്മാർ വഞ്ചി പോകുന്ന സമയത്ത് ഇതുപോലെ അനിശ്ചിതത്വമാണ്. വെള്ളം കയറി വരുന്നു, കാറ്റാഞ്ഞടിക്കുന്നു, എപ്പോൾ വേണേലും ഈ വെള്ളം മുങ്ങാം. ആ സമയത്ത് ഈശോ എന്താ ചെയ്യുന്നത്? ഈശോ അവിടെ ഉറങ്ങാണ്. ഈശോയെ ഉറക്കി, അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചില്ല. ഇതുപോലെ നമ്മളാകരുത്. ഈ അനിശ്ചിതത്വങ്ങൾ, ഈ പ്രതിസന്ധികൾ, ഈ കാറ്റും കൂടുന്ന ഈ ലോക ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ കർത്താവിനെ വിളിച്ചുണർത്തി, കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അത് അപ്പോഴല്ല വിളിക്കണ്ടേ. നമ്മളെപ്പോഴാണ് വിളിക്കണ്ടേ? എപ്പോഴും ഇത് തിരിച്ചറിയണം. എന്ത് തിരിച്ചറിയണം? ഇവിടെ പ്രശ്നങ്ങൾ വരും, ഇവിടെ പ്രതിസന്ധികൾ വരും, അനിശ്ചിതത്വങ്ങൾ വരും. ഓരോ ഉറപ്പില്ല. സത്യം പറഞ്ഞ ഒരു ഉറപ്പില്ല. അതറിഞ്ഞിട്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തെ വിളിച്ചിടപെടുത്തിക്കുക, ദൈവത്തിൻ്റെ സർവാധിപത്യം, സർവശക്തി പ്രകടമാക്കുക. പിന്നെ ഒരു കാര്യം ഉറപ്പിച്ച് വിശ്വസിച്ചോ, എൻ്റെ ദൈവം തുടങ്ങി വച്ചത് ദൈവം പൂർത്തിയാക്കും. ഒരു സംശയം വേണ്ട. എൻ്റെ ദൈവം ആരംഭിച്ചത് ദൈവം പൂർത്തിയാക്കും. അതുകൊണ്ടാണ് പറഞ്ഞ്, അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക, എപ്പോഴും ദൈവത്തിൽ ശരണപ്പെടുക, എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. ഒരു നിമിഷം പോലും ദൈവത്തിന് വിട്ടുപോകാത്ത ആഴപ്പെട്ട ബന്ധം. ഞാൻ പറഞ്ഞില്ലേ, കാറ്റും കോളും അതിസ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ
അതിനനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞിട്ട് പറയാണ്, ഇവിടെ നമ്മളൊരു വലിയൊരു പോരാട്ടത്തിലാണ്, ഒരു വലിയ പോരാട്ടത്തിലാണ്. നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ, നമ്മെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഏറിയേറി വരും. പൈശാചിക പീഡകൾ, അവൻ്റെ ആധിപത്യങ്ങൾ, അവൻ്റെ ആക്രമണങ്ങൾ, അതൊത്തിരി അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. മീഡിയ, മാധ്യമങ്ങൾ, ഗെയിമുകൾ, സിനിമകൾ, പൈശാചികമായിട്ടുള്ള അവസ്ഥകൾ ഒത്തിരി പ്രതിസന്ധി, അരക്ഷിതാവസ്ഥ, അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ലല്ലേ. ഇന്നിങ്ങനെ പറയും, പണ്ടൊക്കെ ഒരു മദ്യപാനി ആകണമെങ്കിലോ പലവട്ടം കുടിക്കണം. ഇന്നത്തെ ഡ്രഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ ആ കൊച്ച് അനുഭവിച്ചാൽ ആ കൊച്ച് അഡിക്റ്റഡ് ആവുന്നു. എത്രയോ കേസുകൾ. അതുകൊണ്ട് അതുപോലെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, ദൈവാശ്രയത്വം നമ്മുടെ മക്കൾക്ക് അതുപോലെ വേണം. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം എന്താ ഈശോ? അത്രമാത്രം പ്രലോഭനങ്ങൾ നിറഞ്ഞ ലോകമാണ് മക്കളെ. വീണ്ടും പറയാ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്? അതുപോലെ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് തോന്നല്ലേ? നമ്മുടെ മക്കൾക്ക് പുറത്തു പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മക്കൾ കാണുമ്പോൾ പേടിയാണ്. ചില വശീകരണ യന്ത്രങ്ങൾ, പാപത്തിലേക്ക് നയിക്കുന്ന, ലഹരിയിലേക്ക് നയിക്കുന്ന, കൂട്ടുകെട്ടിലേക്ക് നയിക്കുന്ന, പബ്ബിലേക്ക് നയിക്കുന്ന, ബാറിലേക്ക് നയിക്കുന്ന, പല പല പൈശാചികമായ തീരുമാനങ്ങൾക്ക് നയിക്കുന്ന അതുപോലെ ഒരു കാലഘട്ടമാണ്, ലോകമാണ്. ഫ്രണ്ട്സിൻ്റെ സർക്കിള്. അതുകൊണ്ട് അതുപോലെ അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതുപോലെ മക്കളും അതുപോലെ പ്രാർത്ഥിക്കണം. പഠിക്കാൻ പോണ മക്കൾ, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന മക്കൾ, അതിൻ്റെതായ സ്വാധീനങ്ങൾ, അരൂപികൾ, ശക്തികൾ അതുപോലെ നിറയപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനും ദൈവത്തെ കൂടെ നിർത്താനും അതുപോലെ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ തോറ്റുപോകും, നമ്മുടെ മക്കൾ പരാജയപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ കൂടി നമ്മൾ ഇതിനോടകം നമ്മൾ കൂട്ടി വായിക്കണം. ഈ കാലഘട്ടം, ഞാൻ പറയും, ഈ കാലഘട്ടം ഒത്തിരി തിരുമ നിറഞ്ഞ കാലഘട്ടമാണ് എല്ലാ തലത്തിലും. ഞാൻ പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏറെയാണ്. സിനിമ കഴിഞ്ഞ ദിവസം ഞാനൊരു പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു സിനിമ, ഏതൊരു സിനിമയുടെ പേര്, ഒരു പ്രത്യേക സിനിമ, അതിൻ്റെ ഫ്രണ്ട് പേജ് തന്നെ ഭയങ്കര ഒരു പിശാചിൻ്റെ ഒരു പടമാണ്. കൊമ്പൊക്കെ വെച്ചിട്ട് അവനെ പ്രൊമോട്ട് ചെയ്യുക, വയലൻസ്, ക്രൂരത, മ്ലേച്ഛത. അപ്പം അതുപോലെ എന്താ ഒരു നിമിഷം കൊണ്ട് തീരാം നമ്മുടെ മക്കൾ. ഇന്നലെ ഒരു അമ്മച്ചി പറയായിരുന്നു, അമ്മച്ചിയുടെ മോള് 6 വർഷമായിട്ട് പറഞ്ഞുറപ്പിച്ചു വെച്ച കല്യാണമാണ്. 6 വർഷമായിട്ട്. അങ്ങനെ ചെറുക്കൻ വിദേശ നാട്ടിൽ വരാൻ വേണ്ടിയിരിക്കുക. ആ സമയത്ത് അവൾ നഴ്സിംഗ് ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് 4 മാസം പരിചയപ്പെട്ട കൂടെ ജോലി ചെയ്യുന്ന ഒരു അക്രൈസ്തവ യുവാവുമായിട്ട് ഈ പെങ്കൊച്ച് പരമത്തലായി അവൻ്റെ കൂടെ പോയി. അവനാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഉപേക്ഷിച്ച ഒരു ചെറുക്കൻ. നമ്മുടെ മക്കൾ 6 വർഷം, ഈ ജനുവരിയിൽ അടുത്ത മാസം കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കാണ്, സ്വർണം മേടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. അമ്മ ചങ്ക് വെട്ടിക്കറിയുക, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഒരു പ്രത്യേക കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തെ കൂടെ നിർത്തി നമ്മുടെ മക്കൾ ജീവിച്ച് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ് പോകാവുന്ന ജീവിതങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം കൂടെയുള്ള മക്കളാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തെ കൂടെ നിർത്തി, ദൈവമേ ഞങ്ങളുടെ മക്കളെ അങ്ങ് നയിക്കണം, ഞങ്ങളുടെ മക്കളെ പരിപാലിക്കണം, ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാൻ പാടില്ല, പ്രലോഭനത്തിൽ വീഴാൻ പാടില്ല, ദുഷ്ടാരൂപിയെ കീഴ്പ്പെടുത്താൻ പാടില്ല. അങ്ങനെ ദൈവത്തെ ആശ്രയിച്ച് ശരണപ്പെട്ട് കൂടെ നിർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങയെ തന്നെ തന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒത്തിരി അനിശ്ചിതത്വങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ നിറയപ്പെട്ട ഈ ലോകത്തിൽ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയെ കൂടെ നിർത്തി ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ജോലി, ബിസിനസ്, പഠനം, ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ, പൗരോഹിത്യം, സന്യാസ ഭവനങ്ങൾ, സഭാജീവിതം,
ഞങ്ങളുടെ പ്രിയപ്പെട്ട അധികാരികൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ച് അങ്ങയിൽ ജീവിക്കുവാൻ, അങ്ങയാൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.